ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചിക്കൻ ലിവർ റോസ്റ്റ് എങ്ങനെ ടേസ്റ്റായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും, നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ ലിവറാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 സവാളയും 3 പച്ചമുളകും 1 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ലിവറിലോട്ട് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, ഞാൻ ഇതിനകത്ത് ഉപ്പിടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഉരുളിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ലിവർ പുരട്ടി വെച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് പീസൊക്കെ നന്നായിട്ട് ഉടയാതെ കിട്ടും കേട്ടോ. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റും കിട്ടുമേ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ്സ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ലിവറൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ സവാള അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ വഴറ്റാം. അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി, അതിനുശേഷം തക്കാളിയും കൂടെ അതിനകത്തിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് പൊടിയും കൂടെ ചേർക്കണം. അതിനകത്ത് 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1.5 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ലിവറും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്ത് 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് അത് നല്ല തിളച്ച് പറ്റുമ്പം നമുക്ക് അടിപൊളി ലിവർ റോസ്റ്റ് റെഡിയാവും. അപ്പോൾ എന്തായാലും മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.